തിരികെ ചർച്ചയിലേക്ക് ശ്രീ രാംകുമാർ, സംഘടിത വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇടതു വലതു മുന്നണികൾ കേരളത്തിൽ ഈ ഒരു നിലപാടിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ കഴിയുമോ? അവരുടേതായ നിലപാടും ന്യായീകരണങ്ങളും ഒക്കെയുണ്ട്. BJPയുടെ രാഷ്ട്രീയ തന്ത്രത്തിന് തങ്ങൾ അടിമപ്പെടുകയില്ല എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും കൃത്യമായ മറ്റൊരു അജണ്ട, വോട്ട് ബാങ്ക് പ്രീണനം, രാഷ്ട്രീയ പ്രീണനം തന്നെയാണോ ഇതിന്റെ പിന്നിലുള്ളത്? യാതൊരു സംശയവുമില്ല. എൻ്റെ സുഹൃത്ത് ശ്രീകുമാർ വളരെ വാചാലനായി പറഞ്ഞു, കോൺഗ്രസിൻ്റെ നയം രൂപീകരിക്കുന്നത് BJPയുടെ വലലിൽ വീഴാൻ. ഞാൻ ശ്രീ ശ്രീകുമാറിനോട് ചോദിക്കട്ടെ, ക്ഷമിക്കണം, ഇന്ത്യ മുന്നണി യോഗം കൂടി ആദ്യം തീരുമാനിച്ചത് രാമക്ഷേത്ര പ്രതിഷ്ഠാകർമ്മത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നാണ്. RJD പറഞ്ഞു ഞങ്ങൾ പങ്കെടുക്കില്ല, മമതാ ബാനർജി പറഞ്ഞു ഞങ്ങൾ പങ്കെടുക്കില്ല. പക്ഷെ അതേസമയം മതേതരത്വത്തിൻ്റെ വലിയ വക്താക്കളായ മൗലവി മുലായം സിംഗ് എന്നറിയപ്പെടുന്ന ആൾ സ്ഥാപിച്ച SP സമാജ്വാദി പാർട്ടി പറഞ്ഞു ഞങ്ങൾ പങ്കെടുക്കും. ശിവസേന, നമ്മുടെ തലശ്ശേരിക്കാർ മുസ്ലിങ്ങളെ തല്ലി ഒതുക്കിയിരുന്ന ശിവസേന, ഗൗരവസെ ബോലോ ഹം ഹിന്ദു എന്ന് ബോംബെ പട്ടണത്തിൽ വിളിച്ച ഇപ്പോൾ വലിയ മതേതരത്വത്തിൻ്റെ വക്താക്കളാണല്ലോ ശിവസേന, പ്രത്യേകിച്ചും ഉദ്ധവ് വിഭാഗം. ശിവസേന പറഞ്ഞു ഞങ്ങൾ തീരുമാനമെടുത്തിട്ടില്ല എന്ന്. മറ്റ് പല പാർട്ടികളും ഞങ്ങൾ പോകില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞതിൽ ലാലു പ്രസാദിൻ്റെ പാർട്ടിയും മമതാ ബാനർജിയും CPM മാത്രമാണ്. ബാക്കി എല്ലാ പാർട്ടികളും പലരും പോകുമെന്നും പോകില്ല. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല, ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് എൻ്റെ സുഹൃത്ത് ശ്രീകുമാർ പറയുന്നത് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ ഇന്ത്യ മുന്നണി തന്നെ പരസ്പര വിരുദ്ധമായ തീരുമാനമെടുത്തിരിക്കുന്നു. അവർ ഗൗരവമായൊരു ചർച്ചയ്ക്ക് വേണ്ട വിഷയമാണ് ഇത് എന്ന് പറഞ്ഞിരിക്കുന്നു. അവർ BJP എന്ന രാഷ്ട്രീയ കക്ഷി വന്ന് വെച്ച വലയിൽ വന്ന് ചാടിയതാണോ? അത്രയും സുപ്രധാനമായൊരു തീരുമാനമെടുക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ഒരു ആശയമാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന ബോധത്തിലല്ലേ അത് ചെയ്തത്. അതിലെന്തിനാണ് രാഷ്ട്രീയം? ഞാൻ ചോദിക്കട്ടെ, ഒരു ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം രാഷ്ട്രീയവൽക്കരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഇവിടെ പോപ്പ് സന്ദർശനം നടത്തി. ആരെങ്കിലും അതൊരു മതപരമായ ചടങ്ങാണെന്ന് വിമർശിച്ചിട്ടുണ്ടോ? എത്ര പേര് പോയി? പല രാഷ്ട്രീയ നേതാക്കന്മാരും പോയി. ഇനി വീണ്ടും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്നാൽ അദ്ദേഹം പോപ്പിനെ ഇന്ത്യ രാജ്യം സന്ദർശിക്കാൻ ക്ഷണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാർക്സിസ്റ്റ് സുഹൃത്തുക്കൾക്ക് ആ ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള ചങ്കൂറ്റമുണ്ടോ? കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോപ്പ് ഒരു മതത്തിൻ്റെ നേതാവാണ്, അദ്ദേഹത്തിൻ്റെ ചടങ്ങ് ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറയാനുള്ള ആർജവമുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ദുർഗതി കോൺഗ്രസ്സിന് വരില്ലായിരുന്നു. എല്ലാ കാര്യത്തിലും തികച്ചും ഒരു പരസ്പര വിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്നത് കൊണ്ടാണ് ആ പാർട്ടിക്ക് ഇന്നത്തെ ഈ ഗതി വന്നത്. പിന്നെ മതേതരത്വത്തിൻ്റെ വക്താക്കളാണ് നമ്മൾ എന്ന് പറയണം. മതേതരത്വത്തിൻ്റെ വക്താക്കളാണെങ്കിൽ ഹമാസ് പോലെ ഒരു ഭീകര സംഘടനയെ പ്രകീർത്തിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ സംസാരിക്കുന്നത് ശരിയാണോ? പലസ്തീൻകാരെ കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പലസ്തീൻകാർ ഒരുപാട് ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന ഒരു ജനതയാണ്. നമ്മുടെ ഗവൺമെൻറ് അവർക്ക് മരുന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഗവൺമെൻറ് അവരെ സഹായിക്കുന്നുണ്ട്. പലസ്തീൻകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇന്ത്യ രാജ്യത്ത് വാദിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഹമാസിന് വേണ്ടി, ഹമാസ് വീര പോരാളികളാണ്, ഭഗത് സിംഗിനോട് തുല്യമാണ് എന്നൊക്കെ പറയുന്ന ആളുകളും മതേതരമാണ് എന്ന് ശ്രീ ശ്രീകുമാർ, ഞങ്ങളൊക്കെ വിശ്വസിക്കണമെങ്കിൽ ഞങ്ങളുടെ ചിന്താശക്തി പരിപൂർണമായും കീഴടങ്ങേണ്ടി വരിക്കുന്നു, അല്ലെങ്കിൽ കളഞ്ഞു കുളിക്കേണ്ടി വന്നിരിക്കുന്നു. കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാമാന്യ പരിജ്ഞാനം അല്ലെങ്കിൽ കഴിവുള്ള വ്യക്തികൾ അപഗ്രഥനം ചെയ്ത് നോക്കുമ്പോൾ ചില മതങ്ങളോട് പ്രതിപത്തിയും ചില മതങ്ങളോട് എതിർപ്പും കാണിക്കുന്നത് മതേതരത്വത്തിൻ്റെ പ്രവർത്തനമാണ് എന്ന് ഞങ്ങളെയൊക്കെ പറഞ്ഞ് ധരിപ്പിക്കാൻ
താങ്കൾ എത്ര പരിശ്രമിച്ചാലും ഈ രാജ്യത്തെ ജനങ്ങൾ അത് വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം ശബരിമലയിൽ നമ്മൾ കണ്ടതാണ്. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ എന്തൊരു വ്യഗ്രതയായിരുന്നു സാർ. രാമജന്മഭൂമി സുപ്രീം കോടതി വിധി നടപ്പാക്കലല്ലേ? അവിടെ ഒരു ഉണ്ടായിരുന്ന കെട്ടിടം പൊളിച്ചിട്ടാണ് പള്ളി പണിതത് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. അതിനുശേഷം രാജ്യത്ത് നിലനിൽക്കുന്ന മതസാഹോദര്യം നിലനിർത്താൻ വേണ്ടി തത്തുല്യമായ ബഹുമാനത്തോടെ ആദരവോടെ ഒരു മുസ്ലിം പള്ളി കൂടി ഉണ്ടാക്കണം എന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു. അതിനുള്ള നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രീകുമാർ, താങ്കൾ പ്രകടിപ്പിച്ച വികാരം ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ ഇന്നിപ്പോൾ പ്രകടിപ്പിക്കുന്നില്ല. അവർക്ക് മനസ്സിലായി അവരെയും ഹിന്ദുക്കളെയും തമ്മിൽ തല്ലിക്കുന്നത് ആരാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ കാലാകാലങ്ങളായി നിന്നിരുന്ന മതസൗഹാർദ്ദം തകർത്തുന്ന രാഷ്ട്രീയ കക്ഷികൾ ഏതാണ് എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ ഫലമാണ് അസംബ്ലി തിരഞ്ഞെടുപ്പുകൾ, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ സൂചിപ്പിക്കുന്നത്. ആ സൂചന വരുന്ന തിരഞ്ഞെടുപ്പിലുണ്ടാകും. അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പ്രത്യയശാസ്ത്രത്തിൻ്റെ പരിപാടികൾക്കനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള ആർജവവും ധൈര്യവും കാണിക്കാത്ത രാഷ്ട്രീയ പാർട്ടികളെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളും. എന്ത് വിശദീകരണം കൊടുത്താലും അത് സ്വീകരിക്കാൻ പോകുന്നില്ല. പിന്നെ ഇവിടെ എൻ്റെ സുഹൃത്ത് സോമനാഥ് ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു. സോമനാഥ് ക്ഷേത്രം പുനർനിർമ്മിക്കാൻ ശ്രമിച്ചത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ശ്രീ KM മുൻഷി, സർദാർ പട്ടേൽ തുടങ്ങിയ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനികളും രാജ്യം ആദരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരും. മതേതരം എന്ന് പറഞ്ഞ് ജവഹർലാൽ നെഹ്റു അതിനെ എതിർത്തു. ഈ മതപരമായ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ശരിയല്ല. അവർക്ക് സർദാർ പട്ടേലും KM മുൻഷിയും മറുപടി കൊടുത്തു. ഇംഗ്ലീഷ് പറഞ്ഞാൽ ദിസ് ഈസ് എ പോയിൻ്റ് ഓഫ് നാഷണൽ ഓണർ. ഇത് രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞിട്ടാണ് സോമനാഥ് ക്ഷേത്രം വീണ്ടും പുനർനിർമ്മാണം ചെയ്യാൻ. കോൺഗ്രസ് അതിനോട് സഹകരിച്ചു. ബാബ്രി മസ്ജിദിൻ്റെ കാര്യത്തിൽ കാണിക്കുന്ന താല്പര്യം, ബാബ്രി മസ്ജിദ് എന്ന് കോൺഗ്രസ്സുകാർ ഇപ്പോഴും വിശേഷിപ്പിക്കുന്ന പള്ളിയിലെടുത്ത താല്പര്യം സോമനാഥ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് കാണിച്ചോ? എന്തുകൊണ്ട് കാണിച്ചില്ല? KM മുൻഷിയും രാജേന്ദ്ര പ്രസാദും സർദാർ പട്ടേലും കാണിച്ച ഔത്സുക്യം, ആ ക്ഷേത്രത്തിനോടുള്ള ആദരവ്, അത് നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനമാണ് എന്ന് ചങ്കൂറ്റത്തോടു കൂടി പറയാൻ ഇന്ന് എത്ര കോൺഗ്രസ്സുകാരുണ്ട്? അവർക്ക് പ്രീണനം ആണ് ഇപ്പോഴും ലക്ഷ്യം. വയനാട് സീറ്റിനെ പറ്റി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പാവം അമേധിയിൽ തോറ്റു കഴിഞ്ഞാൽ വയനാടല്ലാണ്ട് എന്താ അദ്ദേഹത്തിന് രക്ഷ? അപ്പോൾ അതിനനുസരിച്ച് നിലപാടുകൾ കോൺഗ്രസ് എടുക്കുന്നത് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് മനസ്സിലാക്കും. പക്ഷേ ഞങ്ങൾ മതേതരത്തിൻ്റെ നിലപാടാണ് എന്നുള്ള അവകാശവാദം ഇനി വില പോകാൻ പോകുന്നില്ല. കോൺഗ്രസിൻ്റെ കപട മതേതരത്വം പകൽ പോലെ വെളിച്ചത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ പ്രകാശഭരിതമായി ഇന്ന് ജനങ്ങളുടെ മനസ്സിൽ അത് വരും. ആ കാപട്യം ജനം തിരിച്ചറിഞ്ഞു. ദയവ് ചെയ്ത് ഇനി മതേതരത്തെക്കുറിച്ചുള്ള സംസാരം, പണ്ട് വേറൊന്നുണ്ടായിരുന്നല്ലോ സോഷ്യലിസം, അതുപോലെ തന്നെ നിർത്തുകയാണ് നല്ലത്. കാരണം ജനത്തിനും മനസ്സിലായിരുന്നു ഈ കാപട്യം. ആ കാപട്യം തിരിച്ചറിയാനുള്ള വാഗതരിവും വിജ്ഞാനവും പ്രബുദ്ധതയും ഭാഗ്യവശാൽ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പോലും സിദ്ധിച്ചു കഴിഞ്ഞു. വടക്കേ ഇന്ത്യ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ അന്യോന്യം അടുപ്പിക്കുന്ന രാഷ്ട്രീയം, അന്യോന്യം വിരോധപ്പെടുത്തുന്ന രാഷ്ട്രീയം ഇനി നടപ്പാകാൻ പോകുന്നില്ല. സൗഹൃദത്തിൻ്റെ രാഷ്ട്രീയം, വിശ്വാസത്തിൻ്റെ രാഷ്ട്രീയം, വികസനത്തിൻ്റെ രാഷ്ട്രീയം, സാഹോദര്യത്തിൻ്റെ രാഷ്ട്രീയം, അതിന് മാത്രമേ ഈ രാജ്യത്ത് ഇനി ഭാവി ഉണ്ടാവുള്ളൂ എന്ന് എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്ന ദിവസം പക്ഷെ അപ്പോഴേക്കും വളരെ വൈകിയിരിക്കും. TP ജയചന്ദ്രൻ മാസ്റ്റർ, ഇവിടെ BJP ദേശീയതയ്ക്ക് മേൽക്കോയ്മ ചമയുകയാണ് എന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം. അതിൻ്റെ ഭാഗമായിട്ടാണ് രാമപ്രതിഷ്ഠാ ചടങ്ങും അതിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതുമൊക്കെ. ഇവിടെ BJP RSS ഒരു മേൽക്കോയ്മ കാണുന്നു, അതുകൊണ്ട് മാത്രമാണ് തങ്ങൾ ഇതിൽ പങ്കെടുക്കാത്തത് എന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു.
അല്ല രോഹിണി, കോൺഗ്രസിന്റെ ഗതികേടിന്റെ ആഴമല്ലേ ഇത് പറയുന്നത്? നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച അഡ്വക്കേറ്റ് രാംകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഭാരതത്തിന്റെ ചരിത്രത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകളെ കുറിച്ച് പറഞ്ഞു. ഒരു കാര്യം ശക്തമാണ്, ശരിയാണ്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ദേശീയവൽക്കരണത്തിന്റെ വക്താക്കളാണ് ഭാരതീയ ജനതാ പാർട്ടി. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് കേവലം രാഷ്ട്രീയ വിഷയമല്ല. രാഷ്ട്രീയവും അധികാരവും ഇല്ലാത്ത കാലഘട്ടത്തിൽ പോലും അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും അതിനുവേണ്ടി അങ്ങേയറ്റം പോരാട്ടം നടത്തിയ പാർട്ടിയുമാണ് ബി.ജെ.പി. അതുകൊണ്ട് തന്നെ രാമക്ഷേത്ര നിർമ്മാണം ബി.ജെ.പിയുടെ രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നില്ല, ബി.ജെ.പിയുടെ സാംസ്കാരിക ലക്ഷ്യമായിരുന്നു. അതുകൊണ്ടാണ് നിർഭയമായി ആ പ്രവർത്തനത്തിൽ സഹായിക്കാനും അതിന് പിന്തുണ കൊടുക്കാനും അവസാനം അത് ശരിയാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും ശരിവെക്കുകയും ചെയ്തത്. പകരം എന്റെ സുഹൃത്ത് ശ്രീകുമാർ സാറിനോട് വിനയപൂർവ്വം ഞാനിപ്പോൾ നേരത്തെ രാംകുമാർ സാർ പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ്. ഈ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ശേഷം അധികം വൈകാതെ തന്നെ ഭാരത ദേശീയതയുടെ, സഹകരണത്തിന്റെ, മതേതരത്വത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ പ്രതീകമായിട്ട് തൊട്ടപ്പുറത്ത് ഒരു ഇസ്ലാമിക ദേവാലയം ഉയർന്നു വരുന്നുണ്ട്. വിസ്മരിക്കരുത്, ഇതിനുവേണ്ടി നിയമ പോരാട്ടം നടത്തിയ വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം അതിനുവേണ്ടിയുള്ള ചടങ്ങുകൾക്ക് വേണ്ടി ഏറ്റവും മുൻപിൽ വന്ന് അതിനുവേണ്ടി ഇന്ന് സംസാരിക്കുന്നത്. പ്രാണപ്രതിഷ്ഠയ്ക്കും അയോധ്യ ക്ഷേത്രത്തിന്റെയും വിജയത്തിനും മുന്നേറ്റത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നത് ദീർഘകാലം നിയമ പോരാട്ടം നടത്തിയ ആളുകളാണ്. എന്ന് പറഞ്ഞാൽ പോരടിച്ചവർക്ക് പോലും, തർക്കമുന്നയിച്ചവർ പോലും ഇത് മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ചില രാഷ്ട്രീയ പാർട്ടികൾ ഈ തീരുമാനത്തിന് ഭയക്കുന്നത്? ഇനി ഞാൻ ചോദിക്കുന്നത്, ഇതേപോലെ ആ പള്ളിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സാന്നിധ്യം ഉണ്ടായാൽ കോൺഗ്രസ് ഇപ്പൊ പറയുമോ ഞങ്ങൾ പങ്കെടുക്കില്ലെന്ന്? ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പങ്കെടുക്കാത്തത് എങ്കിൽ ഭാരതത്തിന്റെ പാർലമെന്റിനകത്ത് നിങ്ങൾ പോയില്ല എന്ന് ശഠിക്കേണ്ടി വരില്ലേ? അത് ഭൂഷണമാണോ? നേരത്തെ പറഞ്ഞു, പോപ്പ് ഭാരതത്തിൽ വന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. ഏതായാലും മൂന്നാമത്തെ തവണയും നരേന്ദ്രമോദി തന്നെയായിരിക്കും. പിന്നെ ആ സമയത്ത് ഞങ്ങൾ എത്തില്ല, ഞങ്ങൾ പിന്നെ ഒരു ദിവസം വത്തിക്കാനിൽ പോയി കാണാമെന്ന് പറയുമോ? ഇല്ല ശ്രീകുമാർ സാറേ, സംഘടിത മത വോട്ടിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ഇന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ അവരുടെ ശക്തി വേണം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഇസ്ലാമിക മതവിശ്വാസികളും രാഷ്ട്രീയ പാർട്ടികളും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കീഴ്പ്പെടുത്തപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? ഒറ്റ ചോദ്യം. താങ്കൾ പറഞ്ഞു ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന്. ചോദ്യമേ എനിക്കുള്ളൂ. അങ്ങ് ഇവിടെ ഹമാസുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തില് ബി.ജെ.പി അതിൽ കക്ഷിയല്ല, ഈ രാജ്യത്തെ ഹിന്ദുക്കൾ അവിടെ കക്ഷിയല്ല. നിങ്ങളുടെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് വിളിച്ച മുദ്രാവാക്യം എന്താണ്? അവിലും മലരും കരുതി വെച്ചവരോടും ചന്ദനത്തിരിയും കുന്തിരിക്കവും കരുതി വെച്ചോളാനും ഞങ്ങളിതാ എത്തിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ സംരക്ഷണത്തിന് പോട്ടെ, അത് തെറ്റായിപ്പോയി എന്ന ഒരു വാക്ക്, അത് ശരിയല്ല എന്നുള്ള ഒരക്ഷരം നിങ്ങൾ ആ തിരുത്തലിന് വേണ്ടി ഘടകകക്ഷിയുടെ മുമ്പിൽ തയ്യാറായോ? ആ കക്ഷി പറയേണ്ടി വന്നു. അവർക്ക് ഗത്യന്തരമില്ലാതെ ഇന്ത്യയിലെ കേരളത്തിലെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് അത് ഇതാകാൻ പോകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് അവർ പറയേണ്ടി വന്നു. പകരം അവിടെ മത്സരിക്കാൻ പോയവർ അതുവരെ തന്റെ നെറ്റിയിലെ കറുത്ത കുറി ഉച്ചിയിലേക്ക് മാറ്റി സ്ഥാപിക്കേണ്ട ഗതികളിലേക്ക് എത്തി. എത്രമാത്രം കീഴടങ്ങലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എപ്പോഴാണ് നിങ്ങൾക്ക് സമസ്തയുടെ വാക്കുകളുടെ നൈർമല്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടായത്? ആദ്യഘട്ട ഒരു അക്ഷരം പറഞ്ഞുവോ? പള്ളി പൊളിച്ചെടുത്ത് കോൺഗ്രസ്സുകാർ പോകുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പോകും, ഞങ്ങൾ അത് കോടതി തീർത്തതാണ് എന്ന് പറയാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഇതേ കോഴിക്കോട്ട് വെച്ച് ഞങ്ങൾ വീണ്ടും ഓർക്കണം, ഒരു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹം വ്യഭിചാരമാണെന്നും പച്ചവർഗീയത ഈ പാർട്ടി ഉയർത്തിയപ്പോഴും എന്തായിരുന്നു പ്രതികരണം? ഒരു കാര്യം ഇന്ന് സത്യമാണ്, പഴയ കോൺഗ്രസ് അസ്തമിച്ചിരിക്കുന്നു, പഴയ കോൺഗ്രസിന്റെ പിടി അയഞ്ഞിരിക്കുന്നു. പകരം ഇന്ന് ജാതി മത വർഗീയ സംഘടനകളുടെ നീരാളിപ്പിടുത്തത് മോചിതരാവാൻ കഴിയുന്നില്ല. ഒരിക്കലും CH തൊപ്പി അഴിയിപ്പിച്ചു വെച്ച് രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് വാദിച്ചു വന്ന ആർജവത്വം ഇന്ന് ആ പ്രസ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാനതിൽ ആഹ്ലാദിക്കുകയല്ല. ഒരു പ്രതിപക്ഷം ഭാരതത്തിൽ ആവശ്യം തന്നെയാണ്. സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞ മാതിരി അസ്തമിച്ചു, ഇല്ലാതായി എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞങ്ങൾ ഉത്തരം പറയേണ്ടി വന്നത് എവിടെയാണ്? ഉത്തരേന്ത്യൻ പാർട്ടിയാണ് ബി.ജെ.പി എന്ന് നിങ്ങൾ പരിഹസിച്ചപ്പോഴാണ് ഞങ്ങൾ ചോദിച്ചത്. ദക്ഷിണ ഭാരതത്തിലും കോൺഗ്രസിനേക്കാൾ MP മാരുള്ള പാർട്ടി ബി.ജെ.പി ആണ്.
MP-മാരുടെ എണ്ണമാണ് മാനദണ്ഡമെങ്കിൽ ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തും ദക്ഷിണ ഭാരതത്തിൽ ഉൾപ്പെടെ ഞങ്ങൾ വെല്ലുവിളിക്കും. ഭാരതീയ ജനതാ പാർട്ടിക്ക് അത്രയുമുള്ള MP-മാർ കോൺഗ്രസിനില്ല. അതൊരു വസ്തുതയാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഇല്ലാതായി പോയി എന്ന് പറയും. പക്ഷെ ഈ കോൺഗ്രസ് ഇങ്ങനെ പോയാൽ ഇല്ലാതാവുകയില്ലേ? ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? കശ്മീരിന്റെ 370-ാം വകുപ്പ് സുപ്രീം കോടതി പോലും ശരിവെച്ചപ്പോൾ ആരുടെ പക്ഷത്തായിരുന്നു നിങ്ങൾ നിന്നിരുന്നത്? ആരെയായിരുന്നു നിങ്ങൾ അഭിപ്രായം പറയുന്നതിൽ ഭയപ്പെട്ടിരുന്നത്? താൽക്കാലികം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ജവഹർലാൽ നെഹ്റു വകുപ്പ് കൊണ്ടുവന്നിരുന്നത്? എന്തുകൊണ്ട് ഭാരതം ഒരു രാഷ്ട്രമാണെങ്കിൽ, ഭാരതത്തിന്റെ ഭരണഘടന തുല്യമാണെങ്കിൽ, ഇന്ത്യ രാജ്യത്ത് എവിടെയും ഏത് പൗരനും ഭൂമി സ്വന്തമാക്കാനും അവിടെ മത്സരിക്കാനും കഴിയുമെങ്കിൽ ഭാരതത്തിന്റെ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണെന്ന് പറയുമ്പോൾ ഇത് കാശ്മീരിന് മാത്രം ബാധകമല്ല എന്ന് എഴുതി വെക്കുന്ന, കശ്മീരിന്റെ മണ്ണിൽ 1 ഇഞ്ച് ഭൂമി പോലും രാഷ്ട്രപതിയുടെ പേരിൽ ഒരു പോസ്റ്റ് ഓഫീസ് തുടങ്ങാൻ പോലും ആരംഭിക്കാത്തത്രയും കഠിനമായ രാജ്യത്തിന്റെ വിഭാഗീയ വേറിട്ടു പോകാൻ ഉതകുന്ന തരത്തിലുള്ള താൽക്കാലികമായി എഴുതി ചേർത്ത നിയമത്തെ ധീരരായ ഒരു സർക്കാർ മാറ്റിമറിച്ചപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് എവിടെയായിരുന്നു? അവസാനം കോടതി പോലും അത് ശരിവെക്കേണ്ടി വന്നില്ലേ? ഞാൻ ഇവിടെ പറയുന്നത് സർ, ഇത് മതഭ്രാന്തിന്റെയോ വർഗീയതയുടെയോ പേരിലല്ല. രാഷ്ട്രമെന്ന മഹത്തായ സങ്കല്പത്തെ രക്ഷിച്ചു കൊണ്ടുപോകാൻ തന്നെയാണ്. ഞങ്ങൾ ഒരു കാര്യം കൂടെ കോൺഗ്രസിനോട് ഉറപ്പിച്ചു പറയും. BJPയെ സംബന്ധിച്ചിടത്തോളം നിലപാടുകൾ വോട്ടിന് വേണ്ടി മാറ്റിയിട്ടില്ല. നാളെ 10 വോട്ട് കിട്ടുമെന്ന് നോക്കിയിട്ടല്ല BJP നിലപാടുകൾ നിശ്ചയിച്ചത്. അവസാനം ഇന്ന് തെളിയിക്കുന്നത് എന്താണ്? ഈ നിലപാടുകൾക്കൊപ്പം കശ്മീരും, ഈ നിലപാടുകൾക്കൊപ്പം ഉത്തരേന്ത്യയിലെ മുസ്ലിം സമുദായവും ന്യൂനപക്ഷ സമുദായവും ആദിവാസികളും ദളിതരും പിന്നോക്കക്കാരും എല്ലാവരും ഒരുമിച്ച് ചേരുന്നില്ലേ? ഞാൻ 2 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട വിമർശകന്മാരുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്നു. കേരളത്തിലെ ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ആ സമയത്ത് തന്നെയാണ് ത്രിപുരയിലെ ബോക്സാ നഗർ മണ്ഡലത്തില്, ശ്രദ്ധിക്കണം നിങ്ങൾ, ബോക്സാ നഗർ മണ്ഡലത്തില് ഇന്ത്യ മുന്നണിക്ക് ഒറ്റ സ്ഥാനാർത്ഥിയായിരുന്നു തഫ്ജൽ ഹുസൈൻ, മരണപ്പെട്ട പിതാവിന്റെ മകൻ. 66% ത്രിപുരയിലെ ബോക്സാ നഗറിലെ മുസ്ലിം ജനസംഖ്യ. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ മകന്റെ വിജയത്തിന് നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങൾ മറന്നുപോയിട്ടുണ്ടാകും. ഞാൻ എന്റെ ബഹുമാനപ്പെട്ട വിമർശകരെ ഓർമ്മിപ്പിക്കുന്നത്, ആ മണ്ഡലത്തില് ഇന്ത്യ സഖ്യത്തിന് 3909 വോട്ട് കിട്ടിയപ്പോൾ, വെറും 3909 സിറ്റിംഗ് സീറ്റില് ആ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തില് താമര ചിഹ്നത്തിൽ മത്സരിച്ച വ്യക്തിയെ ജയിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഇന്നലെ വരെ ആക്ഷേപിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഈ രാജ്യത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ മനം മാറി ചിന്തിച്ചു തുടങ്ങിയോ? ഒറ്റ ഉദാഹരണം കൂടി, ഞാൻ കൂടുതൽ പറയുന്നില്ല. ഉത്തർപ്രദേശ് കോൺഗ്രസിന്റെ കൈപ്പിടി എക്കാലവും ഉണ്ടായിരുന്നു. ഉത്തർപ്രദേശിലെ രാംപൂർ മണ്ഡലം 20ാമത്തെ തെരഞ്ഞെടുപ്പാണ് ഈ അടുത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പ്. ശ്രീകുമാർ സാറിന്റെ ശ്രദ്ധയിൽ ഉണ്ടാകും. 20ൽ 19 തവണയും ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായ ആ മണ്ഡലത്തില് 20ൽ 19 തെരഞ്ഞെടുപ്പിലും ജയിച്ചത് ആ വിഭാഗത്തിൽപ്പെട്ടവരും കോൺഗ്രസിന്റെയും അതിഭീകരതയുടെയും ആളുകളായിരുന്നു. അസം ഖാൻ, ഏറ്റവും അവസാനം ഇവിടെ പ്രധാന അസം ഖാൻ, വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ, ശ്രദ്ധിക്കണം സാർ, വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ കോടതി അയോഗ്യനാക്കി അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു. ആദ്യമായിട്ട് അവർ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം തിരുത്തി എഴുതിയിരിക്കുന്നു. ഒരുപാടുണ്ട്, ഞാൻ ചൂണ്ടിക്കാണിക്കുന്നില്ല. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഗുജറാത്ത് പോലും ജയിക്കുമ്പോൾ അഹമ്മദാബാദ് മേഖലയിൽ ഏതാണ്ട് 60%-ലധികം ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന മേഖലയിൽ ഒരിക്കലും ഈ BJPക്ക് സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എന്റെ ഓർമ്മയിൽ 12 സീറ്റിൽ 9 ഇത്തവണ BJP ജയിച്ചെങ്കിൽ 12 തവണ 12ൽ 12 വർഷങ്ങളായിട്ട് ഗുജറാത്ത് BJP ജയിക്കുമ്പോഴും അത് കോൺഗ്രസിന്റെ കോട്ട കൊത്തളമായി തന്നെ നിലനിൽക്കുകയായിരുന്നു. ഇതെന്താണ് സർ നൽകുന്ന പാഠം? നമ്മൾ ആരെയാണ് ഭയക്കുന്നത്? ഈ രാജ്യത്ത് ഒരു കാര്യം താങ്കൾ പറഞ്ഞത് ശരിയാണ്. മനുഷ്യൻ ആവശ്യം ഭക്ഷണമാണ്, പാർപ്പിടമാണ്, വസ്ത്രമാണ്, വൈദ്യമാണ്, വിജ്ഞാനമാണ്. ഭക്ഷണത്തിനും പാർപ്പിടത്തിനും വസ്ത്രത്തിനും വൈദ്യത്തിനും വേണ്ടിയാണ് മനുഷ്യന്റെ പോരാട്ടം. കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഞങ്ങൾ അടിവരയിട്ട് പറയും, മനുഷ്യന്റെ ഈ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റത് കൊണ്ടല്ലേ ഈ മാറ്റം ഉണ്ടായത്. എന്തിന് ദക്ഷിണേന്ത്യയിൽ പോലും ഇന്ന് പറഞ്ഞു നേരത്തെ രാംകുമാർ സാർ ഉൾപ്പെടെ, ഞാൻ അതിന് പറയാൻ ശ്രമിച്ചത്, കലാപത്തിന്റെ വാക്കുകളിലൂടെ അവർ ജനതയെ ഒരു സർക്കാരിനെതിരെ തിരിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങളും നിങ്ങളുടെ പ്രതിനിധികളും ഒക്കെ നടത്തിയ ചർച്ച ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കൂ, നമുക്ക് കേൾക്കാം. ആ ലക്ഷദ്വീപിൽ ഇന്ന് അമ്മമാര് കൈകൂപ്പിക്കൊണ്ടാണ് അവരുടെ ജീവിതത്തിന്റെ മാറ്റം പറയുന്നത്. എന്തിനേറെ പറയണം, കശ്മീരില് നമ്മൾ അറിയണം, MA യൂസഫ് അലിക്ക് പോലും ലോക പ്രശസ്തമായ ആപ്പിൾ വിപണിയിൽ ഇടപെടാനും അത് ലോക വിപണിയിൽ വിദേശ ആനന്ദം നേടിത്തെടുത്ത തരത്തിലേക്ക് പോകാനും സാധിച്ചു.
AK-47 കൈകളിലേന്തി രാജ്യത്തിനെതിരെ പോരടിച്ച കശ്മീരിലെ യുവാക്കൾ ഇന്ന് ടൂറിസം മേഖലയിൽ ടൂറിസ്റ്റുകളെ ക്ഷണിക്കാനും അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാനും അവർക്ക് വേണ്ടി വാഹനം നൽകാനും അവരുടെ സൗകര്യങ്ങൾ ഒരുക്കാനും അതുവഴി സമ്പാദിക്കാനും ശ്രമിക്കുന്നു. ടൂറിസ്റ്റ് വരുമാനത്തിനപ്പുറത്തേക്ക് 68 വർഷത്തിന് ശേഷം കശ്മീരില് നാം അറിയണം, മൗലാന ആസാദ് റോഡിലുള്ള തേക്കരട്ടാട്ട് പള്ളി തുറന്നു കൊടുക്കുമ്പോൾ അവിടെ ഒരു എതിർപ്പും ഉണ്ടാകുന്നില്ല. ബഹുമാനപ്പെട്ട വിമർശകർ ഓർക്കണം. എന്തുകൊണ്ടാണിത്? ഈ രാജ്യത്തിലെ സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരും ഒരുമിച്ച്, ഒരു കുട്ടി പോലും വികസനത്തിന്റെ മുന്നേറ്റത്തിന്റെ പാതയിൽ ബലി കഴിക്കാൻ പാടില്ല, വിട്ടുപോകാൻ പാടില്ല. ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും വൈദ്യവും മനുഷ്യ വിജ്ഞാനമാണ്, ആവശ്യമാണ്. അപ്പൊ നേടിയെടുക്കാനുള്ള പ്രവർത്തനത്തിൽ മോഡിയെ തിരിച്ചറിയുന്നു. അതിൽ നമ്മൾ മറ്റെന്ത് കടത്താൻ ശ്രമിച്ചാലും അത് വിജയിക്കില്ല എന്നുള്ളതല്ലേ ഇപ്പൊ നൽകുന്ന പാഠം. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ശ്രീ എൻ ശ്രീകുമാർ, ദേശീയത, രാജ്യ താൽപര്യം, മതേതരത്വം, ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ മുഖമുദ്രയെങ്കിൽ നെഹ്റു ഹിന്ദു വിരുദ്ധനാണ്, സോണിയാഗാന്ധിക്ക് ഭാരത വിരുദ്ധ നിലപാട് പലപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ള വിമർശനങ്ങൾക്കൊക്കെ ഒരു മറുപടി തന്നെയല്ലേ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നതിലൂടെ കോൺഗ്രസിന് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുക? ഇവിടെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയിൽ കോൺഗ്രസ് പങ്കെടുത്താൽ അത് തങ്ങൾക്ക് തന്നെ വിനയാകുമെന്നുള്ള തോന്നൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മതേതരത്വമാണ് ഉയർത്തിപ്പിടിക്കുന്നത് എങ്കിൽ, ദേശീയതയാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ, ഒരു ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നത് കൊണ്ട് അവിടെ കോൺഗ്രസിന് എന്ത് ക്ഷീണമാണ് വരാൻ പോകുന്നത്? ശ്രീമതി രോഹിണി, ഈ രാമായണം മുഴുവൻ വായിച്ചിട്ടും പിന്നെ കഥാപാത്രത്തെക്കുറിച്ച് ചോദിക്കുന്ന പോലെ ഇത് കോൺഗ്രസ് അവിടെ നിലപാട് എടുത്തിട്ടില്ല. കോൺഗ്രസ് നിലപാട് എടുക്കുന്നത് വരെ നിങ്ങൾ ചർച്ച ചെയ്തോളൂ. കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് പറയുന്നത് BJPയുടെ അജണ്ടയിൽ വീഴാതിരിക്കുക എന്ന നിലപാടാണ്. അത് കോൺഗ്രസ് എടുക്കും. കോൺഗ്രസ് നേതാക്കളെയാണ് വിളിച്ചിട്ടുള്ളത്. അതൊരു ക്ഷേത്ര ദർശനത്തിൻ്റെ മാത്രമായിട്ടേ കോൺഗ്രസ് കാണുന്നുള്ളൂ. പക്ഷെ അതിൽ BJP കാണുന്ന രാഷ്ട്രീയത്തിന് നിന്നു കൊടുക്കണോ എന്നുള്ളതാണ് ചോദ്യം. അതവിടെ നിൽക്കട്ടെ. പിന്നെ സോണിയാഗാന്ധി ഭാരത വിരുദ്ധ നിലപാടൊന്നും ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടില്ല കേട്ടോ. അവർ ഇറ്റലിക്കാരിയാണെന്നുള്ള ശരി തന്നെയാണ്. പക്ഷെ അവർ ഇന്ത്യയിൽ വന്ന ശേഷം ഇന്ത്യക്കാരിയായിട്ട് തന്നെ ജീവിച്ചത് മാത്രമല്ല, 10 കൊല്ലം UPA ചെയർപേഴ്സണായിട്ട് ഇന്ത്യയെ നയിച്ചൊരു വനിതയാണ്. അവർ പ്രധാനമന്ത്രിയാകുന്നൊരു ഘട്ടം വന്നപ്പോൾ അന്ന് BJP എതിർക്കും എന്ന് വന്നപ്പോൾ അതിൽ നിന്നും മാറി നിന്ന് ഒരു ത്യാഗം സഹിച്ചിട്ട് മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കിയ ഒരു വനിതയാണ് അവർ. ഒരു പ്രധാനമന്ത്രി സ്ഥാനം തട്ടിക്കളയുക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിസ്സാര കാര്യമല്ല. അപ്പോൾ അതാണ് സോണിയാഗാന്ധി എന്ന് ഞാൻ താങ്കളുടെ ആ ഒരു പരാമർശത്തിനുള്ള മറുപടിയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇവിടെ കോൺഗ്രസിന് ഒരു ഭയവുമില്ല. കോൺഗ്രസിന് എന്താണ് ഇവിടുത്തെ വിഷയം എന്താണെന്നുള്ളത് രാഷ്ട്രീയമാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞു. അതായത് BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റണമെന്ന് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ആഗ്രഹിക്കുന്നു. BJP അധികാരത്തിൽ നിന്ന് മാറ്റിയാൽ അവിടെ പകരം വരേണ്ടത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു സഖ്യമോ മുന്നണിയോ അല്ലെ കോൺഗ്രസ് ഒറ്റയ്ക്ക്, ഭാഗ്യമുണ്ടെങ്കിൽ കോൺഗ്രസ് ഒറ്റയ്ക്കോ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെന്ത് വേണം? കോൺഗ്രസിന് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ അനുവദിക്കണം. തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ അനുവദിക്കുമ്പോൾ നിങ്ങൾ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൽ പങ്കെടുക്കരുത് എന്നവർ പറയില്ല. കാരണം BJPയെ പുറത്താക്കണമെങ്കിൽ കോൺഗ്രസിന് തന്ത്രം ആവിഷ്കരിക്കണം. കോൺഗ്രസ് അധികാരത്തിൽ വേണം. കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ന്യൂനപക്ഷമായതുകൊണ്ടാണ് ഇന്ന് ഈ ബഹളം ഉണ്ടാക്കാത്തതെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ രത്നചുരുക്കം. പിന്നെ നമ്മുടെ ജയേന്ദ്രൻ മാഷ് ഇവിടെ ഒരുപാട് ചരിത്രത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. മാഷേ, ഈ അടുത്ത ദിവസം തന്നെ പ്രതിപക്ഷം ഇവിടെ ഇന്ത്യയിൽ വേണമെന്നാണല്ലോ മാഷയുടെ ആഗ്രഹം. പക്ഷേ മാഷയുടെ ആഗ്രഹം മാഷയുടെ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിനില്ല. കാരണം ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിൽ ഇതിനു മുമ്പ് എത്ര 10-40 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 100-200-ൽ താഴെ MPമാരെ, പ്രതിപക്ഷ MPമാരെ ദിവസവും സസ്പെൻഡ് ചെയ്യാണ്. ആ പ്രതിപക്ഷം വേണ്ട ഇന്ത്യ എന്നുള്ള നിലപാടെടുത്തില്ലേ ഈ അവസാന ഘട്ടത്തിൽ BJPയുടെ ദേശീയ നേതൃത്വം? പാർലമെന്റിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിപക്ഷമാണ് MPമാര്. ആ MPമാരെ സസ്പെൻഡ് ചെയ്യുക. എന്തിനാ സസ്പെൻഡ് ചെയ്തത്? പാർലമെന്റിൽ പ്രതിപക്ഷ സ്വരം വേണ്ട. അതാണ് മാഷയുടെ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ആഗ്രഹം. അത് 2 ചോദ്യങ്ങൾക്ക് ഞാനിവിടെ മറുപടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ കോൺഗ്രസിന് എന്താണ് ഭയം ശ്രീമതി രോഹിണി? ഈ അയോധ്യ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ പോകുന്നതിന് അവിടെ പ്രധാനമന്ത്രി വരുന്ന ചടങ്ങ്, ആ ചടങ്ങ് BJP രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ട് മാത്രമല്ല അതിനുള്ള പ്രചരണം അവർ കൊടുക്കുന്നു.
അതായത് നേരത്തെ പലവട്ടം പറഞ്ഞതുകൊണ്ടാണ് ഈ മതേതരത്വം ഇവിടെ ബഹുമാന്യനായ ശ്രീ രാംകുമാർ ചർച്ചയാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മതേതരത്വം എന്ന് കോൺഗ്രസ് നിലപാടെടുത്തത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായ കാഴ്ചപ്പാടിൽ നിന്നും അവർക്കൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി മാറാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് മൃദു ഹിന്ദുത്വം എന്ന് പറയുമ്പോൾ ഒരു ശരാശരി കോൺഗ്രസ്സുകാരൻ ശരാശരി ഹിന്ദുവാണെന്ന് മറിച്ചു പറയുന്നത്. മൃദു ഹിന്ദുത്വം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുവന്ന ഒരു വാക്കാണ്. ആ കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുവന്ന ആ വാക്ക് ചിലർ അത് എടുത്ത് പ്രയോഗിക്കുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും തമ്മിൽ ഈ കാര്യത്തിൽ എന്താ വ്യത്യാസം? ദേവസ്വം ബോർഡ് അവർ ഭരിക്കുന്നില്ലേ? നിങ്ങൾ കാണുന്നില്ലേ? കമ്മ്യൂണിസ്റ്റുകൾ അമ്പലത്തിൽ പോകുന്നില്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ഒരാൾ. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നത് ഘടകകക്ഷികളാണ്. അവസാനം ഭരിച്ചത് കേരളത്തിൽ കോൺഗ്രസ് എസ് ആണ്. ഇനി ദേശീയ തലത്തിൽ നിങ്ങൾ നോക്കൂ. ദേശീയ തലത്തിൽ CPM-ന്റെ നിലപാട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവർ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ കാക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? BJP-യെ പരാജയപ്പെടുത്തണം. BJP-യെ പരാജയപ്പെടുത്തണമെങ്കിൽ കോൺഗ്രസിൻ്റെ മതേതര നിലപാട്. അപ്പം മതേതര നിലപാടും കോൺഗ്രസിൻ്റെ തീവ്ര വർഗീയതയെ കോൺഗ്രസിൻ്റെ മതേതര നിലപാടും BJP-യുടെ തീവ്ര വർഗീയതയോടെ താല്പര്യം കാണിക്കുന്ന പ്രോത്സാഹനം കൊടുക്കുന്ന നിലപാടും തമ്മിലുള്ള മത്സരമാണ്. ആ മത്സരത്തിൽ കോൺഗ്രസ് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഒരു തർക്ക വിഷയമാക്കുകയില്ല. ശരി, ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ വെറും രാഷ്ട്രീയമായി മാത്രം ഒതുങ്ങുകയാണോ? ശ്രീമതി രോഹിണി, ഇത് രാഷ്ട്രീയം ഇല്ല എന്ന് പറയാനാവില്ല പൂർണ്ണമായി. കാരണം ഏത് പ്രവൃത്തിയും രാഷ്ട്രവുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എന്തിലും ഒരു രാഷ്ട്രീയം നമുക്ക് ആരോപിക്കാം. പക്ഷേ ഇതൊരു സാംസ്കാരിക വിഷയമാണ്, ഒരു മതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. പൂർണ്ണമായി നമുക്ക് ആ ചടങ്ങിനെ ഒരു മത ചടങ്ങായി പറയാം. പക്ഷെ ഓർക്കുക, ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത് മതങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു സമീപനമല്ല. എല്ലാ മതങ്ങളെയും സമഭാവനയോടുകൂടി കാണുന്ന, എല്ലാ മതങ്ങൾക്കും പ്രാധാന്യം ലഭിക്കുന്ന, എന്നാൽ ഔപചാരികമായി രാഷ്ട്രത്തിനൊരു മതമില്ല എന്ന് ഉച്ചയിസ്തരം പറയുന്ന ഒരു മോഡലാണ് മതേതരത്വം. അത് 1976 വരെ നമ്മുടെ ഭരണഘടനയിൽ അങ്ങനെ ഒരു വാക്കില്ലായിരുന്നു. പക്ഷെ ഒരു ധാരണയുണ്ടായിരുന്നു, ഭരണഘടനാ പിതാക്കന്മാരുടെ ഇടയിൽ ഒരു ധാരണയുണ്ടായിരുന്നു, ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല, ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് അല്ല, ഒരു മതേതര രാഷ്ട്രമായിരിക്കണം. അതായത് മതത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള, ഇപ്പോൾ സോവിയറ്റ് യൂണിയനിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ മതത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയിലുള്ള ഒരു മതനിഷേധ സംവിധാനമാകരുത്. അതേസമയം ഒരു മതത്തിനെ ഔപചാരിക മതമായി കാണുന്ന ഒരു രീതിയും ഉണ്ടാകരുത്. രാഷ്ട്രത്തിനൊരു ഔദ്യോഗിക മതമുണ്ടാകരുത്. അപ്പോൾ എല്ലാ മതങ്ങൾക്കും അതിൻ്റെ ആരാധനാലയങ്ങൾക്കും എല്ലാം തന്നെ പരിഭാവനത കൽപ്പിക്കുന്ന, എല്ലാ മതത്തിലും ഏത് മതത്തിലും വിശ്വസിക്കാൻ ജനങ്ങൾക്ക് അവകാശമുള്ള ഒരു മതേതര രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മസ്ജിദിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങ് അല്ലെങ്കിൽ ഉദ്ഘാടന ചടങ്ങ് ആണെങ്കിലും, ഒരു പള്ളിയുടെ ക്രൈസ്തവ ദേവാലയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണെങ്കിലും, ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ കർമ്മമാണെങ്കിലും ശരി, അവിടെയൊക്കെ രാഷ്ട്രീയ നേതാക്കൾ പോകുന്നതിൽ അനൗപചാരികമായ അല്ലെങ്കിൽ അസ്വാഭാവികമായ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടൊന്നും മതേതരത്വം ഇടിഞ്ഞു വീഴും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന വിഷയം, ഒരു രാഷ്ട്രീയ കക്ഷി ഒരു വൈതരണിയിൽപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഒരു പ്രമുഖ കക്ഷിയായ ദ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി ഓഫ് ഇന്ത്യ 1885 മുതലുള്ള പൈതൃകമുള്ള ചരിത്രമുള്ള കോൺഗ്രസ് പാർട്ടി ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ ദിശാസന്ധി, ആ ദിശാസന്ധിയെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചത്. പക്ഷേ ആ ദിശാസന്ധി ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. മുൻകാലങ്ങളിൽ അതൊരു പരിഹാരമുണ്ടായിരുന്നു, ഇപ്പോൾ അതിന് പരിഹാരമില്ല എന്നതാണ് എൻ്റെ വിഷയം. മുൻകാലങ്ങളിലും എക്കാലത്തും കോൺഗ്രസിൽ വിവിധ ചിന്താധാരകളുണ്ടായിരുന്നു. നെഹ്റുവിനെ പോലെയുള്ള മതത്തിന് പ്രാധാന്യം നൽകാത്ത അഗ്നോസ്റ്റിക്കുകൾ ഉണ്ടായിരുന്നു, നിരീശ്വരവാദികൾ ഉണ്ടായിരുന്നു, കടുത്ത മതവിശ്വാസികൾ ഉണ്ടായിരുന്നു, മഹാത്മാഗാന്ധിയെ പോലെയുള്ള മതവിശ്വാസികൾ ഉണ്ടായിരുന്നു. അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എല്ലാ മതങ്ങളെയും ആദരിക്കുക, എന്നാൽ ഹിന്ദുവായി ജീവിക്കുക. ഹേ റാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മണ്ണിൽ പിടഞ്ഞു വീണ് മരിച്ച മഹാത്മാഗാന്ധി പൂർണ്ണമായി ഹൈന്ദവനായിരുന്നു. സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദു വിശ്വാസി തന്നെയായിരുന്നു മഹാത്മാഗാന്ധി. ഒരുപക്ഷെ നമ്മൾ സർദാർ വല്ലഭായ് പട്ടേലിനെ വലിയൊരു ഹിന്ദു വിശ്വാസിയായും ഹൈന്ദവ സംരക്ഷകനായും നമ്മൾ കാണുന്നു. ആ വൈവിധ്യം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസിൻ്റെ ഒരു ഫെഡറൽ സമീപനം, അതുണ്ടായിരുന്നു എക്കാലത്തും.
ഇപ്പോഴും അത് ഉണ്ടായിരിക്കുക എന്നതാണ് കോൺഗ്രസിൻ്റെ ചാരുത. പക്ഷെ അത് എവിടെയോ നഷ്ടപ്പെടുന്നു, ഒരു ന്യൂനപക്ഷ പ്രകടന പാർട്ടിയായി മാത്രം മാറുന്നുണ്ടോ എന്നതാണ് ആശങ്ക. അതുകൊണ്ടാണ് നിലപാടെടുക്കാൻ പറ്റാതെ ഇരിക്കുന്നതിൻ്റെ കാരണം പരമ്പരാഗതമായി കോൺഗ്രസ് പ്രവർത്തിച്ചിരുന്ന ഒരു ഫെഡറൽ കാഴ്ചപ്പാട്, ഒരു ഉൾക്കൊള്ളലിൻ്റെ കാഴ്ചപ്പാട്, ഒരു ജെനുവിൻ മതേതരത്വം ഇന്ന് എങ്ങനെയൊക്കെയോ നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഒരു നിലപാടെടുക്കാൻ കഴിയാതെ കോൺഗ്രസ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ആ കാരണത്താലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അഡ്വക്കേറ്റ് രാംകുമാർ, ഇവിടെ പതിറ്റാണ്ടുകളായി നിന്ന തർക്കം പരിഹരിക്കപ്പെട്ടു, അത് ഏറ്റവും രമ്യമായി. പക്ഷേ ആ തർക്കം തർക്കമായി തന്നെ നിൽക്കണം. ഏത് വിഷയത്തിലാണോ തർക്കം ഉണ്ടായത് അതങ്ങനെ തന്നെ രാജ്യത്ത് എപ്പോഴും ചർച്ചാ വിഷയമായി നിൽക്കണം എന്നുള്ള താല്പര്യം തന്നെയാണോ കോൺഗ്രസിനുള്ളത്? അല്ല, ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് മതേതരത്വം എന്ന ആശയം ഒരു പുതിയതല്ല. കാരണം കാശ്മീരിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളെ ഭരിച്ചിരുന്നത് ഒരു ഹിന്ദു രാജാവാണ്. ഹൈദരാബാദിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളെ ഭരിച്ചിരുന്നത് ഒരു മുസ്ലിം രാജാവാണ്. ഇത് നമ്മുടെ മതേതരത്വത്തിൻ്റെ പൈതൃകമാണ്. ഇവിടെ നമ്മുടെ ശ്രീകുമാറിനെ പോലെയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടാൽ മതേതരത്വം ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഞങ്ങളൊക്കെ കണ്ടതാണല്ലോ മിസ്റ്റർ ശ്രീകുമാർ, ഡൽഹിയിലെ സിഖ് കൂട്ടക്കൊല. അത് നിങ്ങളുടെ മതേതരത്വത്തിൻ്റെ പ്രതീകമാണോ? നിരപരാധികളായ സിഖുകാരെ പച്ച പകൽ കൂട്ടക്കൊല നടത്തി അവരുടെ ഇടയിൽപ്പെട്ട നേരത്തെ പറഞ്ഞ സോണിയാഗാന്ധി മാറിക്കൊടുത്ത മൻമോഹൻ സിംഗ് പരസ്യമായി മാപ്പ് ചോദിക്കേണ്ടി വന്നത് കോൺഗ്രസിൻ്റെ മതേതരത്വത്തിൻ്റെ പൈതൃകത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞങ്ങളെപ്പോലെ വിഡ്ഢികളായിട്ടുള്ള ആളുകൾ വിശ്വസിക്കണോ? പോട്ടെ, സാക്ഷാൽ ജവഹർലാൽ നെഹ്റു കേരളത്തിൽ വന്ന് പറഞ്ഞു മുസ്ലിം ലീഗ് ചത്ത കുതിരയാണെന്ന്. ആ ചത്ത കുതിരയെ പടക്കുതിരയായി മാറ്റിയത് ആരാ? നിങ്ങൾ കോൺഗ്രസ്സുകാരല്ലേ? ഇതാണോ നിങ്ങളുടെ മതേതര പാരമ്പര്യം? ഈ മതേതര പാരമ്പര്യമാണ് നിങ്ങൾ പൊക്കിപ്പിടിക്കുന്നതെങ്കിൽ ആ മതേതരത്വം കപട മതേതരത്വമാണ് എന്ന് പറയാൻ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ന് മുന്നോട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് 400-ലധികം സീറ്റുണ്ടായിരുന്ന നിങ്ങൾക്ക് ഇന്ന് 40 കുറഞ്ഞത്. ഇനിയും അതേ പരിപാടി തന്നെ തുടരുകയാണെങ്കിൽ ഇതിലും വലിയ ദുരവസ്ഥ നിങ്ങൾ അഭിമുഖീകരിക്കുന്നു. അതുകൊണ്ട് ചങ്കൂറ്റത്തോടുകൂടി പറയണം, മതവും രാഷ്ട്രീയവും വേറെയാണ്. ഞങ്ങൾ പ്രീണനം ഉപേക്ഷിച്ചിരിക്കുന്നു, ഞങ്ങൾ ദേശീയത ഉയർത്തിപ്പിടിക്കുന്നു. ഇന്ത്യ രാജ്യം എല്ലാ മതങ്ങളുടെയും എല്ലാ ജനങ്ങളുടെയും സ്വന്തമാണ്. അവിടെ മതപരമായോ ജാതിപരമായോ വിവേചനം ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഹിമാലയത്തിൻ്റെ സാനുക്കളിൽ കയറി ഉച്ചത്തിൽ പറയാൻ ഒരു കോൺഗ്രസ്സുകാരന് ഇന്ന് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അധികാര സ്ഥാനത്ത് എത്തില്ല മിസ്റ്റർ ശ്രീകുമാർ. അത്രയും ദുരവസ്ഥയിലാണ് നിങ്ങളുടെ പാർട്ടിയുടെ ദയനീയ അവസ്ഥ. അതുകൊണ്ട് മതേതരത്വത്തിന് പറ്റി വലിയ വാചാലനാകുന്നതിൽ അർത്ഥമില്ല. നിങ്ങളുടെ മതേതരത്വം കേരളത്തിലടക്കം കണ്ടാണ്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു, ആലപ്പുഴയിൽ കുന്തിരിക്കം കത്തിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. അതേ സമയത്ത് ഹിന്ദുക്കൾ എന്തെങ്കിലും ചെയ്താൽ വാചാലനായിട്ട് നിങ്ങൾ മതേതരത്തെ പറ്റി പറയും. അപ്പോൾ ഈ കപട മതേതരത്വം ഈ രാജ്യത്ത് ഇനി വില പോകില്ല. പുതിയത് എന്തെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ചേ മതിയാകൂ. അതെ, ടി പി ജയചന്ദ്രൻ മാസ്റ്റർ, അവസാനമായി താങ്കൾക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് എന്നാ ശ്രീകുമാർ സാറേ? ഏത് സാഹചര്യത്തിലാ? 1968 ഇന്ത്യയിൽ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു. എത്ര വർഷം? ഏത് സാഹചര്യത്തിലാ? അവസാനം പിന്മാറേണ്ടി വന്നത് എപ്പോഴാ? രണ്ടാമത് താങ്കൾ പാർലമെന്റിലെ സസ്പെൻഷനെ കുറിച്ച് പറഞ്ഞു. ഞാൻ മറുചോദ്യം ചോദിക്കുന്നത് ഉത്തരമാവില്ലെന്നറിയാം. ഭാരതത്തിന്റെ ഭരണഘടനയും ഭാരതത്തിലെ കോടതി വിധിയും അലഹബാദ് വിധിയും പ്രതിപക്ഷ നേതാക്കന്മാരെ വിചാരണ ചെയ്യാതെ ജയിലിലടച്ചവരും പാർലമെന്റിന് അപ്പുറത്തുള്ള പത്രപ്രവർത്തകന്മാരെ വിചാരണ കൂടാതെ ജയിലിലിട്ടവരും ജനാധിപത്യത്തെ കുറിച്ച് പറയുമ്പോൾ അത് മറുചോദ്യമാണ്, ഉത്തരമല്ലേ ചോദിക്കുന്നത്. രാജ്യത്തൊരു വ്യവസ്ഥാപിത സംവിധാനമില്ലേ? ആ സംവിധാനമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ഞാൻ BJPയെ കുറിച്ച് പറയും. BJPയുടെ പ്രാഗ്രൂപമായ ജനസംഘം, അതിന്റെ സ്ഥാപക പ്രസിഡന്റ് സംഘടനാ ചട്ടക്കൂടിന് പുറത്തു പോയപ്പോഴും പുറത്താക്കാൻ മടിക്കാത്ത പാർട്ടിയാണ് BJP. അതുകൊണ്ടാണ് ആ സ്ഥാപനം ഇന്ന് നിലനിൽക്കുന്നതും ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, പാർലമെന്റിൽ എന്ത് തെമ്മാടിത്തവും കാണിച്ചാൽ നിലനിർത്താമെന്ന് ഭരണമുണ്ടോ? സ്പീക്കർ ഇത്തവണ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു,
അനുഭവങ്ങൾ എന്താണ് ശ്രീകുമാർ സാറെ നമുക്ക് മുമ്പിലുള്ളത്? പെഗാസസിന്റെ പേരിൽ എത്ര വിലപ്പെട്ട മണിക്കൂറുകളാണ് പാർലമെന്റിൽ നഷ്ടപ്പെടുത്തിയത്. അവസാനം തന്റെ ആരോപിക്കപ്പെട്ട ഭാരതത്തിന്റെ ഭാവി പ്രധാനമന്ത്രിയുടെ ഫോണ് പരിശോധനയ്ക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഓർക്കണം നിങ്ങൾ, പരിശോധിക്കാൻ ഞാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞു. ഈ 2014 മുതൽ തുടങ്ങിയ സൂക്കേടല്ലേ ഇത്? പാർലമെന്റ് ഒരു കാരണവശാലും നടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കില്ല. പെഗാസസ് ആവും ചിലപ്പോഴും, CA ആവും ചിലപ്പോഴും, കശ്മീരാവും ചിലപ്പോഴും. അവസാനം അതൊക്കെ കോടതി ശരിവെക്കുകയും ചെയ്യും. എന്താണ് ഉണ്ടായത്? ഇതിനു മുമ്പ് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടില്ലേ? സസ്പെൻഡ് ചെയ്ത കാലാവധിക്ക് അപ്പുറം തിരിച്ചെടുത്തിട്ടില്ലേ ഈ നരേന്ദ്രമോദി സർക്കാർ തന്നെ? അതും സ്പീക്കറോട് നിരന്തരമായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് സ്വന്തം സ്വീകരിക്കണമെന്ന്. പ്രതാപൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രാജ്യത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിലോ അങ്ങ് തൃശ്ശൂരിന്റെ വികസനത്തിനോ വേണ്ടി അല്ല ഈ ബഹളം ഉണ്ടാക്കിയതൊന്നും. ഈ ഗവൺമെന്റിനെ ജനാധിപത്യ മാർഗത്തിൽ മറച്ചിടാൻ കഴിയില്ല. പിന്നെ താങ്കൾ പറഞ്ഞു ന്യൂനപക്ഷങ്ങൾ ആവശ്യപ്പെടുന്നു. എങ്ങനെയാണ് ശ്രീകുമാര സാറെ ഒരു ജനങ്ങളുടെ അഭിലാഷം രാഷ്ട്രീയ പാർട്ടികൾ അറിയുക? എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് ന്യൂനപക്ഷങ്ങൾ BJPയെ മാറ്റി കോൺഗ്രസിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന്? അതറിയാൻ ഒറ്റ വഴിയുള്ളൂ ശ്രീകുമാർ സാറിന്റെ തെരഞ്ഞെടുപ്പ്. ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ മേഖലയിൽ, ഞാനിപ്പോ നിരവധി ഉദാഹരണങ്ങൾ പറഞ്ഞു. നിങ്ങൾ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ഭൂരിപക്ഷവും വലിച്ചെറിയുന്നു. അമ്പലനടയിൽ പച്ചയ്ക്ക് കെട്ടിത്തൂക്കി കത്തിക്കും വിളിച്ചപ്പോൾ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ആരാണ് സാർ അമ്പലനടയിൽ പച്ചയ്ക്ക് കെട്ടിത്തൂക്കി കത്തിക്കേണ്ടത്? BJPക്കാരെയല്ലോ, RSS അല്ലല്ലോ അത്. അന്നും വേണ്ടിയില്ല നമ്മൾ. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഇന്ന് ആർക്കൊക്കെയോ കോൺഗ്രസ് കീഴടങ്ങിയിരിക്കുന്നു. BJPയുടെ വെട്ടിൽ വീഴാതിരിക്കാൻ BJPയിൽ വെട്ടിൽ നിങ്ങൾ വീടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ രാജ്യം മൊത്തത്തിൽ. അതാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ നിലയില്ലാ കാലത്തിനുള്ള അവസ്ഥ. അതുകൊണ്ട് ഒരു പുനർവിചിന്തനം നിങ്ങൾ നടത്തേണ്ടത് നിങ്ങൾക്ക് വേണ്ടി ആവശ്യമെന്ന് തോന്നുമെങ്കിൽ മാത്രം. BJP അതിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. ഭാവി ഭാരതം ഇത് ചർച്ച ചെയ്യും, തീരുമാനത്തിലെത്തും. ശരി, ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. രാജ്യത്തിന്റെ അഭിമാന സ്തംഭമായി, സ്വാഭിമാനത്തിന്റെ പ്രതീകമായി ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണ്. ഈ നിഷേധാത്മക നിലപാടിന് ഒരു ന്യായീകരണവും അവർക്ക് നൽകാൻ കഴിയുന്നുമില്ല. സംഘടിത മതശക്തികളുടെ സമ്മർദ്ദ തന്ത്രത്തിന് വഴങ്ങി 4 വോട്ടിനു വേണ്ടി സ്വയം അടിയറവ് പറയുന്ന ഇടത് വലത് മുന്നണികൾ ബഹുഭൂരിപക്ഷം വരുന്ന ഭാരത ജനതയുടെ വികാരത്തെയാണ് വെല്ലുവിളിക്കുന്നത്. ജനം എഡിറ്റേഴ്സ് ചോയ്സ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.